വണ്ടി കണ്ടിട്ട് കൊള്ളാം കേട്ടോ, കണ്ടിട്ട് മുമ്പിൽ നിന്ന് കണ്ടിട്ടൊക്കെ കുഴപ്പമില്ല. ചേട്ടൻ എഞ്ചിനൊക്കെ നോക്കുന്നുണ്ട്. ആ വണ്ടിയുടെ വിലയാണ്. വാട്ട്സ് ബോയ്സ് ആൻഡ് ഗേൾസ്, സുഖാണെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നമ്മൾ ദിസ് ഇസ് എ കാർ ഔട്ട് കംപ്ലീറ്റ്ലി. അതായിരുന്നു എൻ്റെ ഡയലോഗ്, എനിക്ക് ഓർമ്മയില്ല. അപ്പോൾ എന്തെങ്കിലും ആട്ടെ. ഇന്നലെ ഞാൻ മറ്റേ പോളോയുടെ കാര്യം പറഞ്ഞായിരുന്നു. ആ പോളോ വിറ്റ് പോയെന്നാണ് ഇന്നലെ തന്നെ അവൻ എന്നെ വിളിച്ച് പറഞ്ഞത്. അത് നിങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കറിയത്തില്ല. പിന്നെ അതല്ല, ഇന്നലെ കുറച്ച് ഞാൻ കാറ് കാണിച്ചില്ലേ, അത് നമുക്ക് വിളിച്ച് ചോദിക്കാം. ഇന്ന് എനിക്ക് വേറൊരാൾ ഹോണ്ട അമേസ് ഒരു വണ്ടി ഉണ്ടെന്ന് പറഞ്ഞ് അത് വിൽക്കാൻ പോവുകയാണ്. അത് 2019 മോഡൽ, 43,000 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. ഏകദേശം എന്തോ 1.2 മാനുവൽ ട്രാൻസ്മിഷൻ പെട്രോൾ ആണത്. അപ്പോൾ ഇതൊക്കെ കേട്ട് നിങ്ങൾക്ക് എത്ര വില വരും ഇതിന്? നിങ്ങൾക്ക് എന്ത് പറയും? നിങ്ങളൊരു വില പറയും. എൻ്റെ ഈ സ്പെക്സ് വെച്ചുള്ള വണ്ടിക്ക് എത്രയായിരിക്കും വില 2019? എന്തായാലും ഞാൻ അതിപ്പോൾ പോയി കാണാൻ പോവാം. അക്ഷയനെ വിളിക്കണം. ഹോപ്പ്ഫുള്ളി ഇന്നെങ്കിലും ഒരു വണ്ടി കാണാൻ പറ്റിയാൽ മതിയായിരുന്നു. ഇതേ ഒരു പാർട്സൽ വന്നായിരുന്നു. ഇതിനകത്ത് ഞാൻ എടുത്ത് ഇത് എന്താണെന്ന് കാണിച്ചു തരാം. ഞാൻ 2 കണ്ടീഷനും ഓർഡർ ചെയ്തത്, അതാണ് ഇതിനകത്ത് വന്നത്. അപ്പം ഞാൻ സാധാരണ ഒരു കണ്ടീഷൻ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു, അത് പക്ഷേ വലിയ പോരം തോന്നി. അതുകൊണ്ട് ഞാൻ ഒന്ന് കുറച്ചുകൂടി ട്രൈ ചെയ്യാം. ഓരോന്ന് പറഞ്ഞ് ട്രൈ ചെയ്ത് വന്ന് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ 3 ഓർഡർ ചെയ്തു. അപ്പോൾ നിങ്ങൾ ചോദിക്കും ഇത് 2 ഉള്ളതാണ്. അത് 3ാമത്തത് വന്നിട്ടില്ല. അത് ട്രെസ്മേ ലോറിയിൽ ഇത് 2. പിന്നെ ഏതോ ഒരു കമ്പനി കൂടിയാണത്. അതേ പറയുമ്പോൾ കാണിക്കാം. കൊള്ളാമെങ്കിൽ പറയാടേ. എന്താ ഡിമാൻഡ് ചെയ്തോണ്ടിരുന്നാ മതി മേമേ എന്നും പറഞ്ഞു. ബാ കഴിച്ചോ. ഞാൻ അക്ഷയുടെ വീട്ടിൽ വന്ന് അവനെ ഇപ്പോൾ വിളിച്ചിട്ടുണ്ട് ഞാൻ. അപ്പോൾ വരും, അന്ന് കഴിഞ്ഞിട്ട് നമുക്ക് പോവാം. അവൻ്റെ വീട് അങ്ങോട്ട്. അക്ഷയ വരുന്നുണ്ട് പറയുന്നത്. ഹലോ, എന്റെ പൂച്ചനെ കൊണ്ടുവന്ന് നമുക്ക് പോയി നോക്കാം. ഞാൻ ലൊക്കേഷനിൽ വന്നിട്ടുണ്ട്. ആ ചേട്ടൻ പറഞ്ഞ ഇപ്പോൾ എന്തായാലും ചേട്ടനെ വിളിച്ചിട്ടുണ്ട്. ചേട്ടനെ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞു. ആ ചേട്ടൻ വിളിച്ചിട്ട് വന്ന് ഇവിടെ എല്ലാം കുറച്ചുകൂടി മുമ്പിലോട്ട് വരാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ അങ്ങോട്ട് പോവാം. ഇതാണ് വണ്ടി. കിലോമീറ്റർ ഉണ്ട് 44 ഓടിയിട്ടുണ്ട്. ഇവിടെ വണ്ടി കണ്ട് 44,000 കിലോമീറ്റർ കണ്ടില്ല. അത് ഞാൻ വണ്ടി കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചേനെ. പക്ഷേ ഇപ്പം എൻ്റെ കയ്യിൽ അത് പ്രോപ്പറായിട്ട് കിട്ടില്ല. അവിടെ കാണിക്കാത്തത് ഒന്ന് എന്താണ്, ഒരു മെക്കാനിക്കുമായിട്ട് സംസാരിക്കുന്നത്. അവനോട് കൊണ്ടുപോയിട്ട് വണ്ടി കാണിച്ച് പ്രോപ്പറായിട്ട് എൻ്റെ കയ്യിൽ കുറച്ച് കിട്ടിക്കഴിഞ്ഞാൽ കാണിച്ചു തരാം. അവൻ കൺഫേം ചെയ്ത് കഴിഞ്ഞാൽ അത് കൺഫേം ആകാത്ത സ്ഥിതിക്ക് കുറച്ച് എനിക്ക് കാണിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടല്ല. ഈ ഏരിയ അത് കുറച്ച് അതുണ്ട്. അപ്പോൾ അക്ഷയ വീട്ടിലോട്ട് വന്നിട്ടുണ്ട്. അക്ഷയനെ നമുക്കിവിടെ വിട്ടിട്ട് അക്ഷയ വീട്ടിൽ വന്നപ്പോൾ തന്നെ അവൻ്റെ പൂച്ച വന്നിട്ടുണ്ട്. ഓടി വരുക മതലിൻ്റെ മുഖത്തോടി. മെക്കാനിക്ക് ഇപ്പോൾ ഫ്രീ അല്ല. അപ്പോൾ അവൻ ഏകദേശം ഒരു ഉച്ചയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞ്. അവൻ അണ്ടർ ബോഡിയും പിന്നെ എന്തൊക്കെ ചെക്ക് ചെയ്യണമെന്നെല്ലാം അറിയാം. കുഴപ്പം നല്ലതാണ്. അപ്പോൾ അത് നോക്കിയിട്ട് നമ്മുടെയൊക്കെ പറയുമെന്ന് പറഞ്ഞു. അപ്പം ഉച്ചയ്ക്ക് നമുക്ക് പോകാം. പിന്നെ വണ്ടി നോക്കാം. നല്ല വീട്ടിലിറങ്ങട്ടെ. ഞാൻ പോവാട്ടോ. അവനെല്ലാം കൊടുക്ക്. ഞാൻ വീട്ടിലെത്തി. ഇനി കുറച്ചു നേരം കിടന്നുറങ്ങാമെന്ന് വിചാരിക്കും. രാവിലെ എഴുന്നേറ്റിട്ട് നേരെ ഇതിന് വേണ്ടി പോയതാണ്. 4 മണിക്കൂറാണ് കിടന്നിട്ടുള്ളത്. അപ്പം ഇതെന്തായാലും മെക്കാനിക്ക് പോയി നോക്കട്ടെ. എനിക്ക് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പ്രോപ്പറായിട്ട് നിങ്ങൾ കാണിക്കാൻ പറ്റില്ല. പക്ഷേ ചുമന്ന വണ്ടിയും ഓവറോൾ ബാക്കിയല്ല ഇൻറ്റീരിയറൊക്കെ കുഴപ്പമില്ല, നല്ലതായിട്ട് തന്നെ തോന്നുന്നു. നിങ്ങൾക്ക് ജസ്റ്റ് ആ ഫ്രണ്ട് ഡാഷ് മാത്രമല്ല നിങ്ങൾ കണ്ടത്. ഓവറോൾ കുഴപ്പമില്ല. എന്തായാലും എനിക്ക് ഓക്കെ. ബാക്കി ആ മെക്കാനിക്ക് വന്ന് അണ്ടർ ബോഡി എല്ലാം കൊണ്ട് പറ്റുമെങ്കിൽ ഒരു വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി താഴത്തൊക്കെ നോക്കാൻ പറ്റും. അതൊക്കെ നോക്കിയിട്ട് നമുക്ക് ഓക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിലോട്ട് നീങ്ങാം. ഏതിപ്പോൾ ഞാൻ ഉറങ്ങി എഴുന്നേറ്റിട്ടുണ്ട്. ഇപ്പോൾ എനിക്ക് കോൾ വന്ന് അക്ഷയ വരാൻ പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് നേരെ മെക്കാനിക്കിനെ വിളിച്ചുകൊണ്ട് അവിടെ പോവാം. ഒരു പ്രോപ്പർ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ പ്രോപ്പർ ആൻസർ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വണ്ടി എടുക്കുക. ഇതിപ്പോൾ അക്ഷയമായിട്ട് ഞാൻ സ്ഥലത്തെത്തിയിട്ടുണ്ട്. പക്ഷേ മെക്കാനിക്ക് വഴിതെറ്റിപ്പോയെന്ന് തോന്നുന്നു. അവന് ഞാൻ ലൊക്കേഷൻ കൊടുത്ത് കുറച്ച് ഉൾവഴി കൂടി വരണം. ഇത് അതുകൊണ്ട് അമ്മാരും വഴിയൊക്കെ ഇങ്ങനെയാണ്ട് അവിടെയൊക്കെ വളഞ്ഞൊക്കെ വരുന്നുണ്ട്. വണ്ടി കണ്ടിട്ട് കൊള്ളാം കേട്ടോ, കണ്ടിട്ട് മുമ്പിൽ നിന്ന് കണ്ടിട്ടൊക്കെ കുഴപ്പമില്ല. ചേട്ടൻ എഞ്ചിനൊക്കെ നോക്കുന്നുണ്ട്. ഇതിപ്പോൾ വണ്ടി ഒരു ടെസ്റ്റ് ഡ്രൈവിനൊന്ന് പോകാട്ടോ. ഇത് വലുതായിട്ട് കുഴപ്പമുണ്ടെന്ന് വെച്ചാൽ പുറകിലും തട്ടിയിട്ടുണ്ട്, സൈഡിലും തട്ടിയിട്ടുണ്ട്. മേജറായിട്ട് കുഴപ്പമില്ല. മേജറായിട്ട് കുഴപ്പമില്ല, തട്ടിയിട്ടുണ്ട്. നല്ല ഓടിച്ചു കഴിഞ്ഞിട്ട് നമുക്ക് പറയാം കൊള്ളാവുള്ളത്. ഏതപ്പോൾ ആ വണ്ടി ഓടിച്ചു നോക്കി, കുഴപ്പമില്ല. ഓടിച്ചു നോക്കിയിട്ടും വണ്ടി വലിയ ഇഷ്യൂ ഒന്നുമില്ല. മുമ്പിലത്തെ ഒരു ഭാഗത്തായിട്ട് തട്ടിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഞാൻ വീഡിയോക്കകത്ത് കാണാമല്ലോ. പിന്നെ അതല്ല പുറകിലത്തെ ഒരു ടെയിൽ ലൈറ്റും പൊട്ടിയിട്ടുണ്ട്. പിന്നെ അതല്ലാതെ എന്താണ് 4 വീലും പോയി കിടക്കുക. ആ വീല് മാറേണ്ടി വരും. പിന്നെ പുറകിലത്തെ 2 വീലിൻ്റെ ബെയറിങ്ങും പോയി കിടക്കുക. എന്നിട്ട് പിന്നെ ചെറുതായിട്ട് മറ്റേ മിറർ ഫോൾഡ് ആകത്തില്ല. ആ ഫോൾഡിങ്ങിനും കുഴപ്പമുണ്ട്. മിറർ ഒടിഞ്ഞ് കിടക്കുകയാണ്. ചെറിയ കാര്യങ്ങളേ ഉള്ളൂ, കുറച്ച് ചിലവാകുന്നേ ഉള്ളൂ. നല്ല കുഴപ്പമില്ല. ഞാൻ അമ്മയുടെയൊക്കെ വണ്ടിനെ കുറിച്ച് പറയാൻ വേണ്ടി വന്നതായിരുന്നു. അമ്മയില്ല ഇവിടെ. അമ്മ തയ്യൽക്കടയിലുണ്ട്. വിളിച്ചിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വരുമെന്ന് തോന്നുന്നു. എന്തായാലും ഇവിടെ വെയിറ്റ് ചെയ്യാം. ആ വണ്ടിയുടെ വിലയാണ്. ഇതുവരെ ഡിസൈഡ് ചെയ്തിട്ടില്ല. അവനായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പക്ഷെ നിങ്ങൾ പറ, ആ വണ്ടി ഇപ്പം നമുക്കൊരു ഈ പ്രൈസ് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും, നിങ്ങൾ എന്തെങ്കിലും വിചാരിക്കുന്നത് എനിക്കറിയത്തില്ല. പക്ഷേ ആ വണ്ടിയുടെ വില ഒരു 3.5 കിട്ടിയാൽ വേർത്തിട്ടാണോ അല്ലയോ എന്ന് കമൻസിൽ പറയും.
3.5 lakhs for 2019 Honda Amaze, 44,000 റിഡൻ ആൻഡ് ലൈക്ക് ചെറുതായിട്ട് തട്ടുമുട്ട് നിങ്ങൾ കണ്ടില്ലേ അത്ര. ചിലർക്കൊന്നും കൊടുക്കുന്ന നല്ല ഡീലാണ്. എനിക്ക് തോന്നുന്നു നല്ല പ്രൈസിങ് ആണെന്ന്. അത്ര നല്ല പ്രൈസിങ് ആണെന്ന് ചിലപ്പോൾ വണ്ടിക്ക് കുഴപ്പമുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കും. അങ്ങനെ ഇല്ല, എനിക്കൊരു ഒരു ഒരു രീതി കിട്ടുന്നുണ്ട് ഈ പ്രൈസിന്. അമേരിക്കൻ എക്സ്പ്രസ് ഒക്കെ വിളിക്കുന്നത് എന്തിനാ അറിയത്തില്ല. ഇപ്പോൾ കുറച്ച് ഏറെ കോൾ വരുന്നുണ്ട്. റോഡാണെന്ന് തോന്നുന്നു. ഓ അമ്മ വന്നല്ലോ. അയ്യോ ചോദിക്കണ്ടേ അപ്പൊ വണ്ടിയുടെ എന്തൊക്കെയായെന്ന്? ചോദിക്കുന്നൊന്നും ഇല്ല. വണ്ടി മേടിക്കണ്ടേ? ഉന്മേഷൊന്നും വലുതായിട്ട് കാണുന്നില്ല. തിരക്കിയില്ല. ഞാൻ ഇവിടെ വന്നിട്ട് ഇത്ര നേരം ഇരുന്നിട്ട് അമ്മ ഇപ്പഴാ വരുന്നത്. അമ്മയുടെ പൈസയാ? അയ്യോ പൈസ തരുന്നത് സന്തോഷത്തോടുകൂടി. ആ തിരിച്ച് കലിപ്പ് മേടിക്കും തോന്നുന്നു. അല്ല, ഉന്മേഷം കുറച്ച് കുറവ്. മേടിക്കുന്നത് സന്തോഷം. അമ്മ സ്വർണം മേടിച്ചില്ല, സ്വർണത്തിന് വരെ അമ്മ വണ്ടി മേടിക്കുന്നു. സ്വർണം മേടിച്ചു തരണം കേട്ടോ. അപ്പൊ വണ്ടി എന്താണ് അവരെ വിളിച്ച് പറയണം, പ്രൈസ് ഉറപ്പിക്കണം. ഓക്കെ പറഞ്ഞു. അയാൾ പറഞ്ഞു എന്നിട്ട് അയാളെയും വിളിച്ചു. പക്ഷെ അയാളിപ്പോ തിരക്കില്ല. അയാളെ തിരിച്ചു വിളിക്കാന്ന് പറഞ്ഞു. എന്നാ പറയുന്നത്? വണ്ടി ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാ? വണ്ടി ഇഷ്ടപ്പെടാനായിട്ടൊന്നും ഇല്ല. ഞാൻ ഇഷ്ടപ്പെട്ട വണ്ടി വേറേതാ. അവിടെ വരെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ല. ഇഷ്ടപ്പെടാനൊന്നും എനിക്കൊന്നും ഇല്ല. കുഴപ്പമില്ല. ഞാൻ സത്യമായിട്ട് പറയും, കുഴപ്പമില്ല. അല്ല ഞാൻ ആൾക്കാരെ ബോധിപ്പിക്കാൻ വേണ്ടി നല്ല കിടിലം വേണ്ടി ഒന്നും പറയാൻ പോകുന്നില്ല. കുഴപ്പമില്ല. ഈ പുതിയത് വാങ്ങുന്നതെന്നും പറഞ്ഞ അത് മതി എന്ന് പറഞ്ഞിട്ട് നാളെ ഒരിക്കലും ഞാനത് എന്റെ പുതിയത് മേടിക്കാൻ പോകാൻ നേരത്ത് എന്റെ അടുക്ക് ഇപ്പൊ ഓൾറെഡി ഒരു വണ്ടി ഉണ്ടല്ലോ, ഓൾറെഡി അതിന് 4 വീലുണ്ടല്ലോ, അപ്പൊ പിന്നെ അത് ഓൾറെഡി നമ്മളെ A to B കൊണ്ടുപോകുന്നുണ്ടല്ലോ. അപ്പൊ ഇനി നമുക്കൊരു വീടും സ്ഥലമൊക്കെ നോക്കാം, നമുക്ക് വണ്ടി ഇപ്പൊ പുതിയ ഒരെണ്ണം വേണ്ടല്ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ പക്ഷെ പറയുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കില്ല. അതിമോഹമാണ് മോനെ, അതിമോഹം. മനസ്സിലായിക്കോ? അർജുൻ ഇതുവരെ അങ്ങനെ നമ്മൾ വേണ്ട എന്ന് പറയുന്ന ഒരു കാര്യം അർജുൻ ഇഷ്ടമുള്ള ചെയ്യും. അത് ഇപ്പോഴും മനസ്സിലായിക്കോ? അർജുനോട് ഒരു കാര്യം വേണ്ട, അർജുൻ അത് പാടില്ല. ഓക്കെ, അർജുന സാറ്റിസ്ഫാക്ഷൻ ആണ്. പക്ഷെ നമ്മള് കേറി കുഞ്ഞിപ്പോ ഒരു വർക്കറാണ്, എന്നെ ഇട്ട് ടൈറ്റ് ചെയ്ത് പിടിച്ചു വെക്കാനാണ് ഉദ്ദേശിക്കുന്നത്. നടക്കില്ല മോനെ, നടക്കില്ല. ഞാൻ എനിക്ക് ഇഷ്ടമുള്ള ചെയ്യും. അതാണ് എന്റെ ക്യാരക്ടർ. 3-5 വണ്ടി വാങ്ങി ഞാൻ ആരുടെയും വരുന്ന കടം മേടിച്ച് ചെയ്യുന്നില്ല, സ്വന്തം ഇഷ്ടത്തിന് ചെയ്യുന്നത്. അതുകൊണ്ട് ഇഷ്ടമുള്ള ചെയ്യും. ഒന്നും മനസ്സിലാക്കാനില്ല. ഈ വണ്ടി ഇപ്പൊ മേടിക്കും, ഇത് മറിക്കും ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട്. അമ്മയുടെ പൈസ. അപ്പൊ നമ്മൾ അമ്മയുടെ അതിനകത്ത് പകുതി പൈസ അല്ല. അപ്പൊ നമ്മൾ എന്താണ് ചിന്തിക്കേണ്ടത്? എന്താണ് ചിന്തിക്കേണ്ടത്? മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യവും കഴിക്കും രണ്ടാമതും കഴിക്കും. ഞാൻ ഇപ്പൊ ഇരിക്കാറ് എന്റെ അടുക്ക വന്നേ കേട്ടാ. എല്ലാം പറയാണ്ട. ഒന്നും പറയാനല്ലേ? എന്റെ വീഡിയോ കാണുന്നൊക്കെ പറഞ്ഞതാ. ഇപ്പൊ ഒന്നുമില്ലേ? ദൈവം അഗ്കളെന്ന് പറയുന്നത് അതൊഴിച്ച് ബാക്കിയില്ല. അപ്പൊ കുഴപ്പമില്ല. ഞാനിപ്പോ ഇവിടെ ഇരിക്കുവായിരുന്നു. അപ്പൊ ഇവിടെ കയറി വന്നിട്ടിരിക്കും. അപ്പൊ കട അടച്ചിട്ട് നമുക്ക് പോകാം. എല്ലാം ഒറ്റയ്ക്ക് ചെയ്യണം അല്ലേ? പാവം. ഞാൻ ചെയ്തു, ഞാൻ ഹെൽപ്പ് ചെയ്യും. ഇത് കഴിയട്ടെ, നമുക്ക് വീട്ടിൽ കാണാം. അതേപോലെ വീട്ടിലെത്തിക്കാനായിട്ട് എനിക്ക് കുറച്ച് ജെറോക്സ് കോപ്പിയോ അതൊക്കെ എടുക്കാനുണ്ടായിരുന്നു. കുറച്ച് ഫോട്ടോ കോപ്പിയൊക്കെ, അതിന്റെ ആധാറിന്റെ അതിന്റെ കുറച്ച് ആവശ്യമുണ്ട്. ബാക്ക്ഗ്രൗണ്ട് നടക്കുന്നില്ല അതിന്റെ. അപ്പൊ അതിനുവേണ്ടി പോകാൻ പോയിരുന്നപ്പോഴാണ് അമ്മയുടെ വണ്ടിയുടെ ഈ താക്കോല് ഹാൻഡിൽ ലോക്കിൽ നിന്ന് മാറുന്നില്ല. ഒന്നാമത് കൈവേന എടുക്കുന്നു കുറക്കിട്ട്. ഇത് തുറയത്തില്ല, ആരെയും വിളിക്കേണ്ടി വരും. അമ്മയുടെ വണ്ടി ഓടത്തില്ല, അച്ഛൻ്റെ വണ്ടി എടുക്കേണ്ടി വരും. ഞാൻ ചെയ്തില്ലല്ലോ, അമ്മയല്ലേ ഇറക്കിയത്. ഇതിപ്പം ഫോട്ടോ കോപ്പി എടുത്ത് കേട്ടാ. ഏകദേശം എത്ര കോപ്പി ഉണ്ട്? 120 കോപ്പികൾ എടുത്തിട്ടുണ്ട്. 120 കോപ്പികൾ എടുത്തിട്ടുണ്ട്. 400 രൂപയ്ക്ക്. എന്ത് ചെയ്യാൻ അറിയത്തില്ല. പിന്നെ ഇന്നെന്ത് ഞാൻ കഴിച്ചതന്നെയാണോ ഇനി കൊടുക്കുക? തളർച്ച. കോൾഡ് കോപ്പിയാണ് കുടിച്ചതിന്റെ. ദൈവമേ എന്ത് ഗുണമൊക്കെ എനിക്ക്. കോപ്പി കൊണ്ട് വീഡിയോ വെക്കാൻ പറ്റും. അമ്മ അവിടെ ഇരുന്ന് മൊബൈൽ കളിക്കല്ലോ, ഞാൻ അവിടെ നിന്നോണ്ട് കോപ്പി അടിച്ചിരിക്കും. അയ്യോ എല്ലാം ഉണ്ട്. അപ്പൊ കരിക്കുന്ന വെള്ളം വേണം അല്ലെ കരിക്കുള്ള വേണം? എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്? വെള്ളമല്ലേ? വെള്ളം കുടിക്കാം. ചേട്ടൻ അവിടെ മുറിച്ച് തരും. അല്ലെങ്കിൽ വലിപ്പമില്ലല്ലോ അതിന്. വീട്ടിൽ പോകുന്ന വഴി ഒരു കരിക്കിന് വേണ്ടി നിന്നേ. എൻ്റെ വായൊക്കെ ഇങ്ങനെ പറ്റി ഒരു എന്തൊരു പണ്ണ് ഉദ്ദേശിച്ച, പക്ഷെ പൺസൊന്നും കിട്ടിയില്ല. നല്ല വെള്ളത്തിന് ടേസ്റ്റ്, വേറെ ഒരു ടേസ്റ്റ്. ഇതിപ്പോ ഇറങ്ങാം കേട്ടാ. എത്ര എൻ്റെ ദാഹമേ പോയി. സ്ട്രീം ചെയ്യുമായിരിക്കും എനിക്ക് തോന്നിയത് തന്നെ. ഞാൻ കിടക്കട്ടെ, കുറച്ച് നേരം കാണാം.